മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് പിന്നാലെ വയനാട് തുരങ്കപാതയെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത. പശ്ചിമഘട്ടത്തിൽ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തവുമായി തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് CPI-യുടെ വിയോജിപ്പ്. നമ്മൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ പല സ്ഥലത്തും ഈ തുരങ്കങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ തുരങ്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരന്തത്തിന് വഴിവെക്കുന്ന ഒന്നായിട്ടല്ല പൊതുവെ ലോകം കണ്ടിട്ടുള്ളത്. അത് പഠന വിഷയമാണ്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. തുരങ്കങ്ങൾ ദുരന്തമുണ്ടാക്കുന്നതായി ലോകത്ത് ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. സാമൂഹിക പാരിസ്ഥിതിക പഠനങ്ങൾക്ക് ശേഷമാണ് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ CPI-ക്ക് വിയോജിപ്പാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം 2 വട്ടം ആലോചിച്ചേ തുരങ്കപാത പോലുള്ള പദ്ധതികൾ നടപ്പാക്കാവൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പശ്ചിമഘട്ടം ലോലമാണ്, അതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് 2 വട്ടം ചിന്തിക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോലമായ പ്രദേശങ്ങളിലാണ് കേരളം നിൽക്കുന്നത്. പശ്ചിമഘട്ടം ലോലമാണ്, ഭൂമിക്ക് എല്ലാം താങ്ങാൻ കഴിവില്ല. അത് പ്രകൃതി പലവട്ടം നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കയിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ തുരങ്കപാതയെപ്പറ്റി ശാസ്ത്രീയമായ പഠനം വേണമെന്നാണ് CPI പറയുന്നത്. 1643 കോടി രൂപയുടെ തുരങ്കപാത പദ്ധതിക്കുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി ആലോചനാ ഘട്ടത്തിലും CPI എതിർപ്പറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം.